ഈ ജഗദീഷ് ചേട്ടൻ്റെ കഥാപാത്രത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ബലം ഈ ഈഗോയിസ്റ്റിക് അല്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷേ ഈ എതിർക്കേണ്ട ചില സംഗതികളിലും ഒരു തരത്തിലും എതിർക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് പുള്ളിക്കുള്ളതെന്നാണ് ഇന്ദു വരച്ചിടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ കോലാഹലങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിലായി അയാൾക്ക് എതിർക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇന്ദു അങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇയാൾ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇയാളെ കായികമായി നേരിടുന്നതൊക്കെ എനിക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ നാക്കുകൊണ്ട് പ്രതികരിക്കാതിരിക്കുന്ന ഒരവസ്ഥ എനിക്ക് എങ്ങനെയാണ് ആ മാനസികാവസ്ഥ മനസ്സിലാക്കേണ്ടത്? മരണം നടന്ന വീടാണ്, പക്ഷേ എനിക്ക് കുറച്ച് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ശ്വാസം മുട്ടൽ ഒരുപക്ഷെ ഇന്ദു ക്രിയേറ്റ് ചെയ്തതായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണോ? അതെ, കാരണം ഇപ്പം ജഗദീഷ് സാറിനെ പോലെ ഒരു ആളിനെ നമ്മൾ സിനിമ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം തന്നെ എനിക്ക് ബോധപൂർവമായിട്ട് അവിടെ എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിൻ്റെ സഫക്കേഷൻ എനിക്കത് കൃത്യതയോടെ കാണിക്കണം. കാരണം അവിടെ എനിക്ക് വേറൊരാളെ എനിക്ക് കൊണ്ടുവന്നിട്ട് അവിടെ എനിക്ക് ആ ഇമോഷൻ എനിക്ക് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വേണുവിൻ്റെ ആ വീർപ്പുമുട്ടൽ എനിക്ക് കൃത്യതയിൽ കിട്ടണം. അപ്പം ഞാൻ സാറിനോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഈ സട്ടിലിറ്റി, ആ സട്ടിലിറ്റിയിലാണ് എനിക്കിതിനകത്ത് വേണുവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കംപ്ലീഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ അത് പല പുരുഷന്മാരും അനുഭവിക്കുന്ന ഒരു സഫക്കേഷനാണ്. കാരണം സ്ത്രീകളെപ്പോലെ ഒരു പക്ഷേ ഉറക്കെ കരയാനോ റീച്ച് ഔട്ട് ചെയ്യാനോ ചിലപ്പോൾ ഒരു പക്ഷേ പുരുഷന്മാർക്ക് പറ്റില്ലായിരിക്കാം. അവരുടെ ഉള്ളിലുള്ളൊരു വിങ്ങലുണ്ട്. ആ വിങ്ങലിൻ്റെ ഒരു കൃത്യത എനിക്ക് വേണമായിരുന്നു. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ എതിർത്ത് മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ അല്ല. ഹീസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ്. ഒരു അധ്യാപകനാണ്, ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരിക്കലും ഒരു സിസ്റ്റത്തിനെ ഒരു പെട്ടെന്ന് ചോദ്യം ചെയ്യാനോ അതിനെ ടോപ്പിൾ ചെയ്യാനായിട്ടോ പറ്റില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം അയാൾ ലൈഫിൽ അപ്പോൾ കാണുന്ന ഒരു ലോസ് ഉണ്ട്. അതിൻ്റെ ഗ്രീഫിൻ്റെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ഗ്രീഫ് വേഴ്സസ് ഈ ഒരു റിയാലിറ്റിയിൽ അയാൾ തികച്ചും അശക്തനായിരിക്കും. അയാൾക്കൊരിക്കലും ഈ പറഞ്ഞ പോലെ വെർബലിയും നമുക്ക് എതിർക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ആ നിശബ്ദമായി തന്നെ ഇരിക്കും. കാരണം നമുക്ക് എഗെയിൻസ്റ്റ് വരുന്ന ഒരു ബിഗർ സിസ്റ്റം അത് മറ്റൊരവസരത്തിൽ ഇപ്പോൾ ഒരു പക്ഷേ ആ ഗ്രീഫ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ വെർബലി അയാൾ എതിർത്തേനെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ അയാൾ റിയാക്ട് ചെയ്തേനെ. പക്ഷെ അവിടെ ആ ഗ്രീഫാണ്, അയാളുടെ സിറ്റുവേഷൻ അതാണ്. അപ്പോൾ അയാൾക്ക് അത്രേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. ആ വീർപ്പുമുട്ടൽ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്.